Hi dears, welcome back to my YouTube channel. ഇന്നൊരു റെസിൻ ആർട്ട് ഫോട്ടോ ഫ്രെയിം വീഡിയോ ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് അതിനായിട്ട് 8 ഇഞ്ച് സൈസിലുള്ള ഒരു അഗേറ്റ് മോൾഡാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് എടുക്കേണ്ടത് റെസിനും ഹാർഡനറുമാണ്. 2:1 റേഷ്യോയിലുള്ള ഈ ആർട്ട് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. 2 പേപ്പർ കപ്പിലായിട്ട് 2 സ്പൂൺ റെസിനും 1 സ്പൂൺ ഹാർഡനറുമാണ് എടുത്തിരിക്കുന്നത് ഓരോ പേപ്പർ കപ്പിലും. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ മിക്സ് ചെയ്യണം, ഇല്ലെങ്കിൽ നന്നായിട്ട് ബബിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതിനുശേഷം ഫോട്ടോ ഫ്രെയിമിൻ്റെ ബേസ് തയ്യാറാക്കാനായിട്ട് ഓഷ്യൻ ഗ്രീൻ കളറും അതുപോലെ തന്നെ പേൾ വൈറ്റ് കളറും ഈ 2 പിഗ്മെൻറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. അത് രണ്ടും ആ 2 കപ്പിലെ റെസിൻസിൽ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു കപ്പിൽ ഗ്രീൻ കളറും മറ്റൊരു കപ്പിൽ വൈറ്റ് കളറും മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴും നന്നായിട്ട് പതിയെ സമയം എടുത്ത് വേണം മിക്സ് ചെയ്യാനായിട്ട്. എന്നിട്ട് 2 കപ്പ് ഓരോ കയ്യിലായിട്ട് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ചെറിയൊരു വുഡൻ സ്പൂൺ വെച്ചിട്ട് അതങ്ങോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ അളവിലാണ് ഫസ്റ്റ് ലെയർ നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്ന് ഇതുപോലെ ഏതെങ്കിലും ഐസ്ക്രീം സ്റ്റിക്കോ അല്ലെങ്കിൽ വുഡൻ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ബബിൾ ബസ്റ്റർ വെച്ചിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബബിൾസൊക്കെ ഒന്ന് റിമൂവ് ആവാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. 10 മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷം ഒന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. 24 ഹവേഴ്സിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഗ്ലോസി പേപ്പറിൽ നമ്മൾ ഫോട്ടോ പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിൻ്റെ സൈഡൊന്ന് ഇതുപോലത്തെ ഒരു അഗേറ്റ് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഏതെങ്കിലും ഒരു ഗ്ലൂ വെച്ചിട്ട്, ഞാനിവിടെ എടുത്തിരിക്കുന്നത് B6000 ഗ്ലൂ ആണ്. അത് വെച്ചിട്ടൊന്ന് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ബേസിലോട്ട് ഒട്ടിച്ചു കൊടുത്തു. ഇത് ഞാൻ ഡ്രൈ ചെയ്തെടുത്തൊരു ഫ്ലവറാണ്. ജിപ്സം ഫ്ലവറും ഉണ്ട്, അതുപോലെ തന്നെ റോസ് പെറ്റൽസും ഉണ്ട്. ഇനി ഒരു കപ്പിൽ കുറച്ച് ബീഡ്സും എടുത്ത് വെക്കുന്നു, ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി കുറച്ച് ഗോൾഡൻ ഫ്ലേക്സും മറ്റൊരു കപ്പിൽ എടുത്ത് വെക്കുന്നുണ്ട്. നമ്മൾ റെസിൻ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് മെസ്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഓൾറെഡി എടുത്ത് വെക്കുന്നത്. എന്നിട്ട് 2:1 റേഷ്യോയിൽ കുറച്ച് റെസിന് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ മിക്സ് ചെയ്തിരിക്കുന്ന റെസിനിൽ ഫ്ലവേഴ്സൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് അതൊന്ന് നമ്മൾ മോൾഡിലോട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഹോസ്പിറ്റൽസ് ഓരോന്നായിട്ട് റെസിനകത്ത് മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ അറേഞ്ച് ചെയ്തൊന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ റോസ് പെറ്റൽസ് എല്ലാം ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് കുറച്ചുകൂടി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെസിനകത്ത് മുക്കിയ കുറച്ച് ബീഡ്സ് അവിടെ ഇവിടെ ആയിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഗോൾഡൻ ലീവ്സ് ആണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ച് റെസിൻ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് റോസ് പെറ്റൽസ് വെക്കാത്ത സൈഡിൽ നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ കുറച്ചൊന്ന് പ്ലെയിൻ ആയിട്ട് കിടക്കുകയാണ്, അപ്പോൾ അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി റെസിന് ഫോട്ടോയുടെ മുകളിലായിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒറ്റയടിക്ക് റെസിന് ഒഴിച്ചു കൊടുക്കരുത്, കാരണം ഫോട്ടോ നമ്മൾ എടുത്തിരിക്കുന്ന പ്രിൻറ്റ് ശരിയല്ലെങ്കിൽ അത് ചിലപ്പം നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം കുറേശ്ശെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ റെസിൻ പൂർണ്ണമായിട്ട് അത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ അടുത്ത ലെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ലവിൻ്റെ ഷേപ്പിൽ ഒരു വിനയർ സ്റ്റിക്കർ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന വൈറ്റ് ആ ഒരു ഭാഗത്തായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ ലാസ്റ്റ് ലെയറായിട്ട് റെസിൻ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. റെസിൻ കുറച്ച് ആഡ് ചെയ്തിട്ട് ഐസ്ക്രീം സ്റ്റിക്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കൂടുതൽ റെസിൻ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും അത് ചിലപ്പം കൂടുതലായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ റെസിൻ കുറേശ്ശെ ഒഴിച്ച് ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ട് വേണം നമ്മൾ ലാസ്റ്റ് ലെയർ കൊടുക്കുന്നത്.
അപ്പോൾ ഇത് ഒരു 3-4 ദിവസം ഞാൻ വെച്ചായിരുന്നു. പക്ഷേ കുറച്ചുകൂടി ഡ്രൈ ആവാനുണ്ട്. പക്ഷേ എന്നാലും വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് എടുത്തതാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് വേണം എടുക്കാനായിട്ട്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡെക്കോ മാർക്കർ വെച്ചിട്ട് മെറ്റാലിക് ഗോൾഡ് ഡെക്കോ മാർക്കർ വെച്ചിട്ടൊന്ന് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്ത റെസിൻ ഫോട്ടോ ഫ്രെയിമിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പം എൻ്റെ ഈ റെസിൻ ആർട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.